മോള് ഗൗരിയെ കാണണമെന്ന് പറഞ്ഞ ഒരേ വാശി. കൂട്ടുകാരല്ലേ, അവരുടെ വിഷമം ഞാൻ മനസ്സിലാക്കണ്ടേ. അതുകൊണ്ടാ ഞാൻ ഇവളെയും കൂട്ടിക്കൊണ്ട് വന്നത്. ഞങ്ങള് മോളെ ഒന്ന് കണ്ടിട്ട് വരാം. വാ. ഇപ്പൊ പറ്റില്ല അവന്തിക. ഡോക്ടർ ആരെയും അകത്തേക്ക് കടത്തി വിടുന്നില്ല. അത് സാരമില്ല, ഞാൻ ഡോക്ടറോട് സംസാരിച്ചോളാം. അവന്തിക വേറൊന്നും വിചാരിക്കരുത്. വിസിറ്റേഴ്സിന് ആരെ അനുവദിക്കരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞതുകൊണ്ടാണ്. മോള് വിഷമിക്കണ്ട. ഗൗരി മോളെ നമുക്ക് പിന്നീട് കാണാം. അമ്മേ, ശിശിര എന്തോ അമ്മയെ അന്വേഷിക്കുന്നു. താൻ എന്നോട് വിരോധം തീർക്കാണോ? അകത്ത് കിടക്കുന്നതേ എന്റെ മകളുടെ കൂട്ടുകാരിയാ. അയ്യോ, എനിക്ക് ആരോടും ഒരു വിരോധവും ഇല്ല. എന്നെ കൊല്ലാൻ വന്നവരോട് പോലും എനിക്ക് വിരോധമില്ല. പിന്നല്ല ഇത്. മോളെ, അങ്കിള് വെറുതെ പറഞ്ഞല്ല. ഗൗരി മോളെ ഇപ്പൊ നല്ല മയക്കത്തില. അതുകൊണ്ടാ അങ്കിൾ അങ്ങനെ പറഞ്ഞ. വാ, കുറച്ച് ദിവസം കഴിയുമ്പോ മോൾ അമ്മയും കൂട്ടി വന്നാ മതി. ഇപ്പൊ മോളെ കണ്ട ഗൗരി മോള് കരയും. ഒരു ചെറിയ വിഷമം പോലും പാടില്ലെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്ന. അപ്പൊ പിന്നെ കരഞ്ഞ അത് വലിയ കുഴപ്പമില്ലേ? അങ്കിള് പറഞ്ഞത് മോക്ക് മനസ്സിലായോ? താനിത് മനഃപൂർവ്വം ചെയ്യുന്നതെന്ന് എനിക്കറിയാം. ആയിക്കോട്ടെ, മോള് വാ. അവന്തിയ മാഡം, ഈ കുടുംബത്തിന് നിങ്ങളുടെ ഒരു സഹതാവും ആവശ്യമില്ല. മോളുടെ വിഷമം എനിക്ക് മനസ്സിലാവും. ഗൗരി മോള് സുഖമാവുമ്പം കൂട്ടുകാരിയെ മോളെ കൊണ്ട് കാണിച്ചോളാം. പക്ഷെ ചതിയും വഞ്ചനയും ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച് മുഖത്ത് സഹതാപം കാണിച്ച് നിങ്ങൾ ഇനി ഇങ്ങോട്ട് വരണമെന്നില്ല. ചുമ്മാ. വാ. ആന്റി, ഇത് എന്ത് പണിയായി കാണിച്ച്? ഞങ്ങളോട് ആരോടും പറയാതെ എങ്ങോട്ടാ പോയത്?